ഹായ്! അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കൊട്ടിയൂരമ്പലത്തിലെ ഉത്സവം തുടങ്ങി. അപ്പം അങ്ങോട്ട് പോവുകയാണ്. പകുതി അങ്ങനെ എത്തിയപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചൂടോടുകൂടെ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടു. അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. കണ്ടില്ലേ പരിപ്പ് വടയൊക്കെ ചൂടോടുകൂടെ തന്നെ പാത്രത്തിലേക്ക് ഇടുന്നത്. പിന്നെ അവർ ഞങ്ങളുടെ അടുത്ത് എവിടുന്നാണ് വരുന്നത്, സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങൾ പാർക്കിങ്ങിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര ചെളിയായിരുന്നു അവിടെ. ഇച്ചിരി മഴയൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഞങ്ങൾക്കങ്ങനെ വലിയ രീതിയിലുള്ള മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആറിന് ഭയങ്കര ഉഷാറായിരുന്നു. ചെളിയും മണ്ണും പൊടിയൊന്നും അവനൊരു വിഷയമേ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ടേക്ക് നടന്നു. അപ്പോൾ ആദ്യം പോകേണ്ടത് അക്കരെ കൊട്ടിയൂരിലേക്കാണ്. ബാവലി പുഴ കടന്ന് വേണം അക്കരെ കൊട്ടിയൂരിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു വലിയൊരു അത്ഭുതമാണ് ഈ കാണുന്നത്. പുഴയിൽ നിന്ന് കല്ലെടുത്തിട്ട് ഉരസിക്കഴിഞ്ഞാൽ ചന്ദനം വരും. ആ ചന്ദനമാണ് എൻ്റെ നെറ്റിയിൽ തൊട്ടേക്കണതും. പിന്നെ ഞങ്ങൾ അവിടുന്ന് കാലൊക്കെ കഴുകി അക്കരെ കൊട്ടിയൂരിലേക്ക് നടന്നു. എല്ലാ വർഷത്തിലും ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ശരിക്കും കൊട്ടിയൂരമ്പലത്തിൽ ആ ഒരു യജ്ഞഭൂമിയിൽ കാല് കുത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. വേറെ വേറെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കവിടെ കാണാൻ പറ്റും. ഞങ്ങൾ പോയൊന്ന് നല്ല തിരക്കായിരുന്നു. എങ്കിലും ഭഗവാന്റെ കൃപ കൊണ്ട് ഉള്ളിൽ കയറി തൊഴാൻ പറ്റി. മഴ നനഞ്ഞ് വെള്ളത്തിൽ കൂടെ വേണം നമ്മൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കാനായിട്ട്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു തരത്തിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ വരത്തില്ല. ഭഗവാനെ കാണുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനെ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടുത്തെ പ്രസാദം കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അവിടുന്ന് തന്നെയാണ് ഞങ്ങൾ കൊട്ടിയൂരമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഓടപ്പൂ വാങ്ങിയത്. അവിടെ ഉണ്ടാക്കി അവിടുത്തെ പ്രസാദം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഞങ്ങൾ കൊമ്പനാനയെ കാണാനായിട്ട് പോയി. എനിക്ക് കൊമ്പൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടിരിക്കാൻ തന്നെ. അങ്ങനെ കൊമ്പനെ കാണാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊമ്പൻ്റെ അടുത്ത് പോയി. കുറച്ച് സമയം അവിടെ നിന്ന് പാട്ടൊക്കെ പാടി. പിന്നെ അതിന് ഇച്ചിരി ഇങ്ങോട്ടായിട്ടൊരു പുഴ വക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. ആറിനൂന് ഭയങ്കര സന്തോഷമായിരുന്നു വെള്ളത്തിൽ നിന്ന് കളിക്കാനും. അവിടെ ഒക്കെ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടമായി. കാരണം അവരിത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് കൊട്ടിയൂർ അമ്പലത്തിൽ വരുന്നത്. ശരിക്കും ഞങ്ങളെല്ലാവരും മനസ്സ് നിറഞ്ഞാണ് അവിടെ തിരിച്ചിറങ്ങിയത്. കാരണം കണ്ണ് നിറയെ ഭഗവാനെ കാണാനും പ്രാർത്ഥിക്കാനും പറ്റി. അപ്പം നമ്മൾ തിരിച്ചു. നല്ല മഴയാണ് പുറത്ത്.